സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവർ തടാകം. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 709 കിലോമീറ്റർ. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി. അറബിക്കടലിൽ പതിക്കുന്ന ഒരേയൊരു ഹിമാലയൻ നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി. മോഹൻജൊദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ: ഇന്ത്യ, പാകിസ്ഥാൻ. ലഡാക്ക് സസ്കർ പർവ്വതനിരകൾക്കിടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി. സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സിംഗി കമ്പൻ. സിന്ധു നദി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇൻഡസ്. ലോകത്തിലെ വലിയ നദീതടങ്ങളിൽ ഒന്നാണ് സിന്ധു നദീതടം. പാകിസ്ഥാൻ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ടർബേല ഡാം. ജമ്മു കാശ്മീരിലെ ചില്ലാർ എന്ന സ്ഥലത്ത് വെച്ചാണ് സിന്ധു നദി തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്. സിന്ധു നദിയുടെ പ്രധാന പോഷക നദികൾ: ഝലം, രവി, ബിയാസ്, സത്ലജ്. സിന്ധുവിന്റെ പോഷക നദികളായ ഝലം, രവി, ബിയാസ്, സത്ലജ് എന്നിവ സിന്ധുവുമായി കൂടിച്ചേരുന്നത് മിതാൻകോട്ട്. സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ നഗരം കറാച്ചി. പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപത്തായാണ് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നത്. സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ ഏക പ്രദേശം ജമ്മു കാശ്മീരിലെ ലേ. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി സിന്ധു. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ: ഇന്ത്യ, പാകിസ്ഥാൻ. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് ആയൂബ് ഖാനുമാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. ചെറിയ പോഷക നദി ബിയാസ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി സത്ലജ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്.